അല്ല, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ UDF വമ്പിച്ച മുന്നേറ്റം ഉണ്ടാവും. മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ചും ഈ തോത് കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 80% കിടക്കുമെന്നാണ് പറയുന്നത്. കംഫർട്ടബിൾ. ഈ വലതും ഇടതൊക്കെ അത് പണ്ട് കാലത്ത് പറഞ്ഞതാണ്. ഇപ്പോൾ എല്ലാവരും ഇടതാണെങ്കിൽ ഇടത്, വലതാണെങ്കിൽ വലത്. കാരണം പണ്ട് ഡെമോക്രസി ഉണ്ടാകുന്ന കാലത്ത് വലതുഭാഗത്തിരുന്നതിൽ ഭരണപക്ഷം, ഇടതുഭാഗത്തിരുന്ന പ്രതിപക്ഷം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലൊക്കെ. ഒരു കോൺഫിഡൻസ് എന്താണ്? ഇങ്ങനെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിന് കോൺഫിഡൻസ് വേണം. ഒന്ന് പൊതുവായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം, നിലമ്പൂർ മുനിസിപ്പാലിറ്റി പ്രത്യേകിച്ചു. അപ്പം അതുകൊണ്ട് മറ്റൊന്നിനും സാധ്യതയില്ല. അതൊക്കെ വലിയ കാര്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം പെണ്ണുങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടാണ് പറയുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പം ഇരയ്ക്കെതിരായിട്ട് പൊതുവാരും പറയാറില്ലല്ലോ. ഇതിൽ ഇര ആളെന്നല്ല, ഇതൊക്കെ ആകാശത്ത് നിന്ന് പിന്നെ പരാതികളും അതിന് ഭരണകൂടം അതിനൊപ്പിച്ചു തന്നത്. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയാണ് 17 കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഇത്ര കൊല്ലം മുമ്പ് നിങ്ങൾക്ക് 17 മുമ്പ് വഹാബിനെ കണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ എന്തായാലൊക്കെ അർത്ഥമല്ല. അതുപോലെയല്ലേ ഇവർ എവിടെയിരുന്നു? ഈ 2 കൊല്ലം കൊണ്ടല്ലല്ലോ കേരളത്തിൽ മാറ്റങ്ങൾ ഉണ്ടായത്. അന്നേ പറയാമായിരുന്നു. പിന്നെ ബാംഗ്ലൂരിന് പറയാം, അവിടെ മുഖ്യമന്ത്രിക്ക് KPCC കൊടുക്കുക. ഇതൊക്കെയാണ് വഴി. ധൈര്യമുള്ള ആൾക്കാർ സ്ത്രീകളുണ്ടെന്നല്ല തെളിയിച്ചില്ല ഇപ്പോൾ നമ്മളെ കേരളത്തിലൊക്കെ. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ജീവിതത്തിലൊരു ധാർമ്മികമായ എല്ലാം ശരിയെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇപ്പം നടക്കുന്ന ഇലക്ഷനോട് ബന്ധിപ്പിച്ച് നടക്കുന്നത് ഈ വ്യക്തിഹത്യയാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള. പക്ഷേ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിൽ ഇത്തരം വിഷയം വരുമ്പോൾ നമ്മൾ സ്ത്രീപക്ഷത്ത് നിൽക്കുക എന്നുള്ളതല്ലേ പൊതു? അല്ല, അങ്ങനെയല്ല. അതാ പറഞ്ഞതേ, നമ്മൾ സാധാരണഗതിയിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കിത് അങ്ങനെ പറഞ്ഞ മാതിരി ഒരു അഭിപ്രായമില്ലാതെ സ്ത്രീകളൊപ്പം നിൽക്കുക. കാരണം അവരാണ് എല്ലാ രംഗത്തും പിന്തള്ളപ്പെടുന്നത്, അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്നത്, പീഡിക്കപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലല്ല സ്ഥിതി. കേരളത്തിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത് അവരനുഭവിക്കില്ല. നിലവിലുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹം അംഗീകരിക്കില്ല. ഇവിടെ ഡൽഹിയിലോ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഓക്കെ. ഇവിടെ അതിന് ധൈര്യമുള്ള കുട്ടികളാണ്. അങ്ങനത്തെ കുട്ടികൾ തലമുറ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അല്ല, അത് അവരുടെ പാർട്ടിക്കാരിയാണ്. അവരാരെ പുറത്താക്കണം, ആരെ എടുക്കണം, സസ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. ഞങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾക്കല്ല, എനിക്ക് തീരെ അഭിപ്രായമുണ്ട്. എനിക്ക് തീരെ അഭിപ്രായമില്ല. അങ്ങനെയല്ല, ഇവരെടുക്കുക എടുത്തില്ല എന്നുള്ള കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ട, അവരനുഭവിക്കേണ്ടതാണ് അവരുടെ പാർട്ടി. അതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ കോൺഗ്രസ് തീരുമാനത്തിലുണ്ടാകുക. അപ്പം അല്ലാതെ വെറുതെ ഏകപക്ഷീയമായിട്ടാവില്ലല്ലോ. ആ വിഷയം തെരഞ്ഞെടുപ്പിൽ UDF പ്രതികൂലമായിട്ട് ബാധിക്കും? ഒരു നിലക്കും ബാധിക്കില്ല. എനിക്ക് തോന്നുന്നത് ഇതേപോലുള്ള സർക്കാർ തലത്തിലുള്ള ഈ ആക്രമണങ്ങൾ നേരെ തിരിച്ചുണ്ടാകുക, ഫലം ഓപ്പോസിറ്റ് ഉണ്ടാകുക. കാരണം അല്ല, അയാളെ അനാവശ്യമായി അറസ്റ്റ് ചെയ്യണമെന്ന് അയാൾക്ക് ഫുൾ ബോധ്യം ഉണ്ടാവും. ഇപ്പം പോയി നിന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ അങ്ങനെ മുൻകൂർ ജാമ്യം കൊടുത്തു അല്ലേ? രണ്ടിലും കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നല്ലേ? വേണ്ട തെളിവില്ല, സംശയമാണ്, ഇതൊരു കരുതിക്കൂട്ടിൽ ആക്രമണം പറയാതെ പറഞ്ഞിട്ടുണ്ട് കോടതി.